വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്ന് നമുക്കൊരു തോരൻ റെസിപ്പി ആയാലോ? ചിക്കൻ തോരൻ. വളരെ ഈസിയാണ് കേട്ടോ തയ്യാറാക്കാൻ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. ഇത് ഏതിൻ്റെയും കൂടെ പെർഫെക്റ്റ് കോമ്പാണ്. ചോറിൻ്റെ കൂടെ ഇത് കിടില്ല. നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി ചിക്കൻ തോരൻ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? ചിക്കൻ തോരൻ തയ്യാറാക്കാൻ വേണ്ടി കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഒന്നിട്ട് പൊട്ടിക്കാം കേട്ടോ. അതേസമയം തന്നെ പെരിഞ്ചീരകം ഒരു 1/2 ടീസ്പൂണും കൂടി ഇട്ട് പൊട്ടിക്കാം. രണ്ടും കൂടി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് വറ്റൽമുളക് ഒരു 3 എണ്ണം കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2 സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്ന് സോഫ്റ്റായി പച്ചക്കുത്തൊക്കെ മാറി ഇതുപോലെ ആയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയുടെയൊക്കെ പച്ചക്കുത്ത് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ട്. നമുക്കിവിടെ ഗ്രേവിയുടെ ആവശ്യമില്ല. ഈ ഗ്രേവി നന്നായിട്ട് നമുക്ക് വറ്റിച്ചെടുക്കണം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ചിക്കനിലെ ഗ്രേവിയൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തതാണ് കേട്ടോ ഈ തേങ്ങയിലേക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ ചുവന്നിരിക്കുന്നത്. 1 കപ്പാണ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിളല്ല തയ്യാറാക്കാൻ. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ തോരൻ റെസിപ്പിയാണ് കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് മോരുകറി ഈ ഒരു ചിക്കൻ തോരനും മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇനി നിങ്ങൾ ചിക്കൻ വാങ്ങുമ്പോൾ ഈ ഒരു ചിക്കൻ തോരൻ റെസിപ്പിയും കൂടി തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോഴെങ്ങനെയാണ് തയ്യാറാക്കി നോക്കല്ലേ? അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയാൽ മാത്രം വരെ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണം കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.